സെക്കൻഡ് പാർട്ട് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ കൂർഗിലെ സെക്കൻഡ് ഡേ മോർണിംഗ് ആട്ടോ. ഗുഡ് മോർണിംഗ് ശങ്കർ. ഗുഡ് മോർണിംഗ് പറയോ, അമ്മേനെ നോക്കി പറയും. ഗുഡ് മോർണിംഗ് ശങ്കർ പറയൂടാ. അമ്മേനോട് പറയൂ. താങ്ക് യു, ഐ ലവ് യു ശങ്കു. പൂളിൽ പോണ്ടേ? ഐ ലവ് യു ശങ്കു. അങ്ങനെ മുങ്ങണോ പൂളിൽ? അങ്ങനെ മുങ്ങണം. അച്ഛൻ മുങ്ങോട്ടെ. അച്ഛൻ മുങ്ങുവേ, അമ്മ മുങ്ങൂലേ. കുളിക്കുന്നില്ലല്ലോ ശങ്കു, പൂളിൽ കുളിക്കുന്നില്ലല്ലോ ശങ്കു, പൂളിൽ കുളിക്കുന്നില്ലല്ലോ. നല്ല തണുപ്പാ, നല്ല തണുപ്പാ. ശങ്കു അമ്മേനോട് അങ്ങനെ കാണിച്ചുവോ? ശങ്കടാവല പൊന്നെ. ശങ്കു ഗുഡ് മോർണിംഗ്. എവിടെ പോന്നേ? പൂളില് മാമി പോകുന്നുണ്ട്. തുറത്ത് കണ്ടു മാമടയില്? മാമിയല്ല മാമൻ. ആ വേണം വേണം, കട്ട. അങ്ങനെ ഞങ്ങൾ എണീറ്റ് വരുമ്പോഴേക്കും ഷിബിയേട്ടനും നിമ്മിയൊക്കെ തലവേദന എടുത്തിട്ട് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ച് പയ്യെ പൂളിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ വിചാരിച്ചത്ര തണുപ്പൊന്നുമില്ല കേട്ടോ കൂർഗിൽ. എനിക്ക് കട്ടൻ ചായക്ക് പകരം കോഫിയാണ് കിട്ടിയത്. ഭയങ്കര മഞ്ഞല്ലേ, കോടിയൊക്കെ ആയിട്ട് ആൻഡ് ശംഖും ചന്തും ഷിബിയേട്ടനൊക്കെ ഫസ്റ്റ്ലി അവിടെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു. ആൻഡ് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ രാവിലെ തന്നെ. പക്ഷെ അത് തണുപ്പൊന്നുമില്ല. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരു ഫോട്ടോ സെഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, അച്ഛൻ്റെയും മോളുടെയും വക. ഷിബിയേട്ടനാണെങ്കിൽ ന്യൂ ഐഫോൺ എടുത്തിട്ടുണ്ട്. വരാം. യശോദേ, ശങ്കൂര് ചാടാ. ഗുരുവാടാ, വെയിറ്റ് ചെയ്യ. അച്ഛനോട് വരാൻ പറയൂ, മാമേനോട് വരാൻ പറയൂ. മാമേനെ വിളിക്കൂ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, മാമ വരട്ടെ. അല്ല, നീ ചാടിയപ്പോഴേ ഇനി ഗൂന്ന്. ആ പോയിക്കോ. ആ പോയിക്കോ പോയിക്കോ. ആ മാമ എടുക്കൂ, അച്ഛൻ്റെ അടുത്തേക്ക് ആക്കി തരും. അത് അത് ഇങ്ങോട്ട് നോക്ക്. സിബിയേട്ട അപ്പുറത്തേക്ക് നിന്നോ, ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഉണ്ടാവും. അവിടെ വന്നിട്ട് ഒരു മിനിറ്റ്. എന്തോ വെള്ളത്തിനോട് ദേഷ്യമുള്ള പോലെ നിമ്മി ശിബിയ. കഷ്ടപ്പെട്ട് വരട്ടെ, പ്രത്യേകം പറ്റിച്ചാൽ റെക്കോർഡ് മോതിരം ഇടൊക്കെ മറന്നു പറയാം.
അവിടെ വെക്കല്ലേ? അത് ഗോൾഡ് അല്ലല്ലോ. അങ്ങനെ പൂളിൽ കുറച്ച് നേരം കളിച്ചിട്ട് ഞാൻ വേഗം കയറിയായിരുന്നു. ചന്തും ശംഖുവും കൂടിയിട്ട് പൂളിൽ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ശംഖുവിനാണെങ്കിൽ ഇങ്ങോട്ടേക്ക് കയറാനും തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല കളിയായിരുന്നു. വാ ശംഖു, വാ ശംഖു. എന്നാ നീ ഇവിടെ കിടന്നോ, ഞങ്ങൾ പോട്ടെ. ഞങ്ങൾ പോട്ടെ. മാമൻ കേറി. കണ്ടില്ലേ, ഇതാണ് പൂളിൽ പോയാലത്തെ അവസ്ഥ. ഇങ്ങോട്ടേക്ക് കയറില്ല. ഒരുവിധം എങ്ങനെയൊക്കെയോ കൊണ്ടുവന്ന് ഞങ്ങൾ റൂമിലെത്തി വേഗം ഡ്രസ്സൊക്കെ മാറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ആൻഡ് ഇതായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ പിന്നെ വേഗം ഒരു പ്ലേറ്റിൽ എനിക്ക് ശംഖുവിനുള്ള ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ എടുത്ത് കഴിക്കാൻ റെഡിയായി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നമ്മൾ ഗാർഡൻ കാണാൻ പോകുമായിരുന്നു. ആൻഡ് നമ്മൾ ഇവിടുന്ന് നടക്കാനുള്ള ദൂരം കേട്ടോ, പക്ഷെ വെയിലായതുകൊണ്ട് വണ്ടിയിൽ പോവാൻ വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ ഇവിടുത്തെ ആ ഗാർഡനിലോട്ടാണ് ഫസ്റ്റ് പോയത്. ഇന്നലെ രാത്രി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായില്ല, ഇരുട്ടായതുകൊണ്ട്. ഇങ്ങോട്ട് വരണേ, ഇങ്ങോട്ട് വരണേ, ഈ സൈഡിലേക്ക്. ഏത്? ഇങ്ങോട്ട് ഇങ്ങോട്ട് ശങ്കുടാ, ഇങ്ങോട്ട് ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ. എണീക്ക് എണീക്ക്. ഇവിടെ ഇവിടെ. എക്സ്ക്യൂസ് മീ. അതെ. അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ ഫസ്റ്റ് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമായിരുന്നു ഉണ്ടായിരുന്നത്. സോ ശംഖു അങ്ങനെ കുറച്ച് നേരം ശംഖുവിനെ അവിടെ കളിപ്പിച്ചിട്ട് നമ്മൾ അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചു. ഇന്നലെ വന്നത് ഇരുട്ടിലായിരുന്നല്ലോ, അപ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായില്ല. പക്ഷേ ഇന്ന് വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എന്താ ഒഴിവ് ദിവസമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ശംഖുവിനെയും കൊണ്ട് ആ പാർക്കിൽ നിൽക്കുന്ന സമയം കൊണ്ട് നിമ്മിയും ഷിബിയേട്ടനും താഴോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ അവരെ തിരഞ്ഞു പോവാണ്. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ നടന്ന് കാണാൻ വേണ്ടിയിട്ട്. നല്ല വെയിലും ഉണ്ടായിരുന്നു, പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരു ഈവനിങ് ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ സെറ്റാണ്. കാരണം വെയിലൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഫോട്ടോസ് എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. അവസാനം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കളഞ്ഞു പോയ രണ്ടാൾക്കാരെ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയിരിക്കുന്നു. ഞങ്ങളെല്ലാവരും നടന്നിട്ടും സ്റ്റെപ്പ് കയറിയിട്ടൊക്കെ ക്ഷീണിച്ചായിരുന്നു കേട്ടോ. പക്ഷേ ശംഖുവിന് മാത്രം ഫുൾ ഓൺ എനർജി ആയിരുന്നു. അവളാണെങ്കിൽ എടുക്കാനും സമ്മതിക്കുന്നില്ല. ഈവൻ സ്റ്റെപ്പ് കയറുമ്പോൾ ആണെങ്കിൽ പോലും വെയ്യാണ്ടാവെന്ന് വെച്ചാൽ എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല. അവൾക്ക് ഒറ്റയ്ക്ക് നടക്കണം പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരുവിധം ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കവർ ചെയ്തു. ഗാർഡൻ മൊത്തത്തിൽ കണ്ടോയെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ, എന്നാലും ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ കണ്ടു. ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ മൃഗങ്ങളുടെ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു കുട്ടികളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും ഇത്. ആൻഡ് ഞങ്ങൾ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് ആ സ്ലൈഡ്, ആ പാർക്കിൻ്റെ സൈഡിൽ കൂടെയാണ് പോകേണ്ടത്. സോ മാക്സിമം നമുക്ക് ശംഖുവിനെ ആ ഭാഗത്തോട്ട് കാണിക്കാണ്ട് വേണം പോകാൻ. കാരണം ശംഖു കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതിൻ്റെ ഉള്ളിൽ കയറണം എന്ന് പറഞ്ഞിട്ട് കരച്ചിലായിരിക്കും. സോ ശംഖുവിനെ ഒളിപ്പിച്ച് പോവാം. അങ്ങനെ വേഗം ഞങ്ങൾ ശംഖുവിനെ ഒളിപ്പിച്ച് എങ്ങനെയൊക്കെയോ പാർക്കിൻ്റെ പുറത്തോട്ട് ഇറങ്ങി തിരിച്ചിതാ റൂമിലെത്തി. വേഗം ഡ്രസ്സൊക്കെ മാറി, കാരണം ആ ജാക്കറ്റ് ഇട്ടിട്ട് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. ആൻഡ് ഈ ഡ്രസ്സ് എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ നാത്തൂന് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സായിരുന്നു. സോ ഞങ്ങൾ വണ്ടി കയറി പിന്നെ യാത്ര.
നമ്മൾ നെക്സ്റ്റ് പോയത് നമ്മൾ ഗോൾഡൻ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞു അമ്പലം കണ്ടു. അവിടെ എന്തോ ഉത്സവമാണ് തോന്നുന്നുണ്ട്, കാരണം കുറേ ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കൊക്കെ ആയിട്ട്. ഗോൾഡൻ ടെമ്പിളിൽ പോയപ്പോഴും അവിടെ നല്ല റഷായിരുന്നു, കാരണം അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റിയില്ല കേട്ടോ. നല്ല റഷായിരുന്നു. അവരുടെ റിലീജിയസ് ആയിട്ടുള്ള എന്തോ പരിപാടിയാണ് തോന്നുന്നു, കാരണം അങ്ങനെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും കടക്കാൻ പറ്റിയില്ല. അവിടെ എത്തിയ സമയത്ത് ശംഖുവിന് എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം കച്ചറയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ശംഖുവിനെയും കൊണ്ട് ഈ തിരക്കിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് കൊളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അത്ര അങ്ങോട്ട് എഫേർട്ട് എടുത്തില്ല ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തോ ഗോൾഡൻ ടെമ്പിളിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു എൻട്രൻസ് അവർ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എന്തോ പരിപാടി നടക്കുന്ന കാരണം. സോ ഇതെല്ലാം സൈഡിലുള്ള കാര്യങ്ങളായിരുന്നു. അതിൻ്റെ ഉള്ളിലെല്ലാം കയറി നമ്മൾ കണ്ടു. അങ്ങനെ ആ സമയം ഉച്ചയായിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ പോയി. അത്യാവശ്യം എല്ലാവർക്കും നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ ഫുഡ് വന്നപാടെ എല്ലാവരും അത് തീർക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോയതൊരു പെറ്റ് സ്റ്റേഷനിലായിരുന്നു കേട്ടോ. ടൈഗർ ഹായ്. ഒന്നിട്ട് പറ ഹലോ. അതാ നോക്ക് പാമ്പി, നോക്ക് പാമ്പി, പാമ്പി. അതാലോ പറയുന്ന എന്താ എന്താ പെറ്റ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഒരു പാർക്കല്ല, ഒരു എന്താ സ്ഥലം എനിക്കറിയില്ല, ആ സ്ഥലത്തോട്ടാണ് വന്നത്. സംഭവം ഇതിൻ്റെ എല്ലാം പേരെല്ലാം ഞാൻ മറന്നുപോയി, കുറേ ആയില്ലേ ട്രിപ്പെല്ലാം. ആക്ച്വലി നമ്മുടെ കണ്ണൂർ പെറ്റ് സ്റ്റേഷൻ്റെ അത്രയൊന്നും നീറ്റും ക്ലീനൊന്നും അല്ല കേട്ടോ ഇവിടെ നമ്മൾ കണ്ട പെറ്റ് സ്റ്റേഷൻ. കുറച്ചൊരു അൺഹൈജീനിക് ആയിട്ടുള്ള പ്ലേസാണ്. പാലം മൊത്തം ബ്ലോക്ക്. കോവിഡ് സമയത്ത് ഓ ചങ്കോ ഇങ്ങോട്ട് നോക്കൂ. ശിവ ഇപ്രാവശ്യം കൈ കാണിച്ചു, കുഴപ്പമില്ല. ചങ്കു കൈ കാണിച്ചു, എന്നിട്ട് കാണിച്ചു. പറയും. അങ്ങനെ പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മളൊരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിക്കായിരുന്നു. ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഷോപ്പ് ഹോളിക്കായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്ക്, 3.5 മണിക്കൂർ ചന്തുവിന് വാങ്ങിയ ഐസ്ക്രീം അടക്കം ശംഖു വാങ്ങി കഴിച്ചായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്.
പോകുന്ന വഴിക്ക് ഒരു തട്ടുകടയിൽ നിർത്തി ഫുഡൊക്കെ കഴിക്കാൻ നിന്നു. ആക്ച്വലി അന്ന് അച്ഛൻ്റെ 60ാമത്തെ പിറന്നാളായിരുന്നു. സോ പോകുന്ന വഴിക്ക് നമ്മൾ കേക്കൊക്കെ വാങ്ങിയിട്ട് പോയി. അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ എത്തി, കേക്കൊക്കെ മുറിച്ചു. ശംഖുവിന് കണ്ട സന്തോഷമായിരുന്നു അവർക്ക് രണ്ടുപേർക്കും. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.